നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് തൽഗുപ്പ റെയിൽവേ സ്റ്റേഷനാണ്, അല്ലെങ്കിൽ താൽഗുപ്പ റെയിൽവേ സ്റ്റേഷൻ എങ്ങനെ വേണമെങ്കിലും പറയാം. ഇവിടെ നമ്മുടെ ജോഗ് വാട്ടർഫോൾസ് കാണാൻ വേണ്ടി വന്നിട്ടാണുള്ളത്. ഞാൻ ഇങ്ങോട്ടേക്ക് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം മൈസൂരിൽ നിന്ന് തലഗുപ്പക്ക് വരുന്ന ഒരു എക്സ്പ്രസ് ഉണ്ട്, മൈസൂർ തലഗുപ്പ എക്സ്പ്രസ്. ആ വണ്ടി കയറിയിട്ട് ഒരു സ്ലീപ്പർ ക്ലാസ് ജേണിയാണ് അടിച്ചത്, ഒരു എൻഡ് ടു എൻഡ് ജേണിയാണ് അടിച്ചത്. അപ്പോൾ ആദ്യം നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ ട്രെയിനിൻ്റെ, അതായത് മൈസൂരിൽ നിന്ന് താൽഗുപ്പ വരെയുള്ള യാത്ര ഒന്ന് കണ്ടിട്ട് എന്നിട്ട് നമുക്ക് ജോഗ് വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ട് പോവാം. അതുപോലെ ഈ മൈസൂരിൽ നിന്ന് താൽഗുപ്പ എക്സ്പ്രസ്സിന് എനിക്ക് RIC ടിക്കറ്റാണ് കിട്ടിയത്. പക്ഷേ KSR ബംഗളൂരു എന്നാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചെങ്ങായി കയറേണ്ടിയിരുന്നത്. ചെങ്ങായി കയറിയില്ല, അതുകൊണ്ട് എനിക്ക് സീറ്റ് ഫുള്ളായിട്ട് കിട്ടി. ഞാൻ TTRനോട് ചോദിച്ചപ്പോൾ ഇത് വേക്കൻ്റ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വാ. ഇവിടെ മൈസൂർ AC വെയിറ്റിംഗ് ഹാൾ ഉണ്ട്. 50 രൂപയാണ് മണിക്കൂറിന് കേട്ടോ. നല്ല അടിപൊളി വെയിറ്റിംഗ് ഹാളാണ്. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ അതിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ അവിടുന്ന് വീഡിയോ എടുത്തില്ല. അവിടെ അധികം ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ട് അവരുടെ പ്രൈവസി നമ്മൾ കളയണ്ടല്ലോ, വീഡിയോ എടുത്തില്ല. എന്തെങ്കിലും കഴിക്കാം നമുക്ക്. രാവിലെ കഴിച്ചാണ്, പൊറോട്ട കഴിച്ചാണ്, അതിൽ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. നമ്മുടെ വണ്ടി ഇവിടുന്ന് 7:30-ക്കാണ്. RIC ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്ത് പണിയാവും, എന്ത് കിട്ടുമെന്നൊന്നും അറിയില്ല. ഉറക്കമൊക്കെ ഇന്ന് മിക്കവാറും എല്ലാം സ്വാഹയായിരിക്കും. നമുക്ക് എന്തായാലും നോക്കാം, ഇപ്പം എന്തായാലും കഴിക്കാൻ പോയിട്ട്. അങ്ങതാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ റോഡാണ്. അവിടെ ആയിട്ടൊരു ഹോട്ടലുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടോ നോക്കാം. ഞാൻ ഒരു മഷ്റൂം നൂഡിൽസാണ് പറഞ്ഞത്, 150 രൂപയാണ് ആയത്. വെജ് നൂഡിൽസ് 120. പിന്നെ മറ്റേ ഷസ്വാൻ നൂഡിൽസ് ഉണ്ടോ ചോദിച്ചു, അതില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് മഷ്റൂം മേടിച്ചു. കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നമുക്ക് പോകാനുള്ള മൈസൂർ തലഗുപ്പ എക്സ്പ്രസ് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലുണ്ട്. 162-27 നമ്പർ മൈസൂർ തലഗുപ്പ എക്സ്പ്രസ്. നമ്മുടെ വണ്ടിയുടെ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലുണ്ട്. നമുക്ക് ലോക്കോ ഏതാണെന്ന് നോക്കിയിട്ട് വരാം. മൈസൂർ തലഗുപ്പ എക്സ്പ്രസിൻ്റെ ലോക്കോ കൃഷ്ണരാജപുരത്തിൻ്റെ ഒരു WP7 ആണ്. 37-649 നമ്പർ. നമ്മുടെ തലഗുപ്പ എക്സ്പ്രസ്സിന് ഒരു സെക്കൻഡ് AC ഉണ്ട്. ഈ കാണുന്ന സെക്കൻഡ് AC ആണ് A1. അതിന് തൊട്ട് ബാക്കിൽ തന്നെ H1 ആണ് ഫസ്റ്റ് AC. സെക്കൻഡ് AC ഒരു 2014 മേഡ് കോച്ചാണ്. ഫസ്റ്റ് AC 2015 മേഡ് കോച്ച്. അതിൻ്റെ പുറകിൽ പിന്നെ വരുന്നത് തേർഡ് AC ആണ്. B1-ഉം B2-ഉം ഉണ്ട്, 2 തേർഡ് AC ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സ്ലീപ്പർ. ഈ കാണുന്ന S10 കോച്ചിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് കേട്ടോ. തലഗുപ്പ വരെ എൻഡ് ടു എൻഡ് ആണ് അടിക്കുന്നത്. പക്ഷേ ഒരു കുഴപ്പമുള്ളൂ, RIC ആണ് കിട്ടിയത്. ഞാൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് വെയിറ്റ് ലിസ്റ്റ് 37 ആയിരുന്നു. അത് ചാർട്ട് വന്നപ്പോൾ RIC ആയതുള്ളൂ. 71 കിട്ടിയത് സീറ്റ് നമ്പർ. ഇനിയിപ്പോൾ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. കൺഫ്യൂഷൻ അല്ല, ആ ഒരു മൂഡ് പോയി. RIC ഞാൻ ഫസ്റ്റ് ടൈമാണ് കൺഫേം ആവുമെന്ന് വിചാരിച്ചാൽ, പക്ഷെ ആയില്ല. കുഴപ്പമില്ല, ഇനി എന്താക്കും, പോവാം എന്തായാലും. നമ്മൾ പോകുന്ന ഈ S10 കോച്ച് 2004 മേഡ് കോച്ചാട്ടോ. അത്യാവശ്യം വൃത്തിയുണ്ട് പുറത്ത് കാണാൻ. ഉള്ളിൽ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് കാണിച്ചു തരാം. നമ്മൾ പോകുന്ന ഈ തലഗുപ്പ എക്സ്പ്രസിൻ്റെ നമ്പർ 16-227 എന്നാണ്. മൈസൂർ തലഗുപ്പ എക്സ്പ്രസ് എന്നാണ് ഈ വണ്ടിയുടെ പേര്. ഡെയിലി സർവീസ് നടത്തുന്ന വണ്ടിയാണ്. മൈസൂരിൽ നിന്ന് രാത്രി 7:30-ക്ക് എടുത്തിട്ട് തലഗുപ്പ പിറ്റേ ദിവസം രാവിലെ 7:15 ആവുന്ന സമയത്തെത്തും. ഏകദേശം 508 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് 11 മണിക്കൂർ 45 മിനിറ്റാണ് ഈ വണ്ടി എടുക്കുന്നത്. മൈസൂർ അല്ലെങ്കിൽ ബാംഗ്ലൂർ ഭാഗത്തുള്ളവർക്കൊക്കെ ഒരു വീക്കെൻഡ് ട്രിപ്പ് അടിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ തലഗുപ്പ ജോഗ് വാട്ടർഫോൾസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളീ പോകുന്ന വണ്ടി ഡെയിലി സർവീസ് നടത്തുന്ന വണ്ടിയാണ്. അതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു വീക്കെൻഡ് ട്രിപ്പ് അടിക്കണം എന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ മൈസൂർ ഭാഗത്തുനിന്ന് ഈ വണ്ടിക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം കയറാം. വെള്ളിയാഴ്ച രാത്രി കയറിയാൽ ശനിയാഴ്ച രാവിലെ തലഗുപ്പ എത്തും. എന്നിട്ട് ശനിയാഴ്ച മൊത്തം ജോഗ് വാട്ടർഫോളും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ശനിയാഴ്ച വൈകുന്നേരം ഇതേ വണ്ടിക്ക് തന്നെ നിങ്ങൾ കയറിയാൽ പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ബാംഗ്ലൂർ അല്ലെങ്കിൽ മൈസൂർ എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു വീക്കെൻഡ് ട്രിപ്പ് അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾ നോക്കിക്കോ. അങ്ങനെ കറക്റ്റ് 7:30-ക്ക് തന്നെ മൈസൂരിൽ നിന്ന് നമ്മളെ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ.
നമ്മളിപ്പോൾ പാണ്ഡവപുര എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിലെത്തി. 7:57 സമയം. Train number 1732 from Belgaum to 2017 നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു മൈസൂർ തലകുപ്പ എക്സ്പ്രസ് ആദ്യമായിട്ട് സർവീസ് തുടങ്ങിയത്. അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ കീഴിൽ വരുന്ന മൈസൂർ ഡിവിഷനാണ് ഈ വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മളേതോ ഒരു സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പിടിച്ചിട്ടിരിക്കുകയാണ്. എന്താ നായണ്ടഹള്ളി അങ്ങനെ തന്നെ ആയിരിക്കണം. ആ ഒരു സ്റ്റേഷനിൽ കൊണ്ടുപോയി പിടിച്ചിട്ടിരിക്കുക. നമ്മൾ പോകുന്ന ഈ വണ്ടി മൈസൂരിൽ നിന്ന് എടുത്തിട്ട് യശ്വന്ത്പൂർ എത്തുന്നവരെ എല്ലാ സ്റ്റേഷനിലും സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഒരു പാസഞ്ചർ പോകുന്ന പോലെ ഈ വണ്ടി പോകുന്നത്. ഇത് മുമ്പ് പാസഞ്ചർ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. എന്നിട്ട് അത് കൺവേർട്ട് ചെയ്തിട്ട് എക്സ്പ്രസ് ആക്കിയതാണ് ഈ വണ്ടി. അങ്ങനെയാണ് ഈ സംഗതി ഇങ്ങനെ ആവുന്നത്. എല്ലാ സ്റ്റേഷനിലും സ്റ്റോപ്പ് ഉണ്ട് ഈ വണ്ടിക്ക് യശ്വന്ത്പൂർ എത്തുന്നവരെ. നമ്മളങ്ങനെ KSR ബംഗളൂരുവിലെത്തി. ഇവിടെ 10:30 എത്തി. ഇനി ഇവിടുന്ന് 11:15 നമ്മളെ വണ്ടി എടുക്കും കേട്ടോ. 3/4 മണിക്കൂറാണ് ഇവിടെ ഹോൾട്ട് ഉള്ളത്. എന്താ അല്ലേ, ലോക്കോ റിവേഴ്സിൽ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പക്ഷെ 3/4 മണിക്കൂർ ഇവിടെ ഹോൾട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി പോകുന്ന റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ മൈസൂരിൽ നിന്ന് എടുത്തിട്ട് മാണ്ഡ്യ കെങ്കേരി വഴി KSR ബംഗളൂരുവിലേക്ക് വരും. ഇവിടെ നിന്നിട്ട് യശ്വന്ത്പൂര്, തുംകൂര്, തിത്തൂര്, പിന്നെ അർസിക്കേരെ, ബിരൂർ ജംഗ്ഷൻ, പിന്നെ നേരെ ഷിമോഗ, അത് കഴിഞ്ഞിട്ട് തലകുപ്പ. ഇങ്ങനെയാണ് പോകുന്നത്. ശരിക്കും നമ്മുടെ ഈ റൂട്ട് ഈ വണ്ടി ശരിക്കും നമ്മൾ ഈ വണ്ടി പോകുന്ന റൂട്ട് ശരിക്കും വളഞ്ഞിങ്ങനെ മൂക്കുടിക്കുന്ന ടൈപ്പ് പോക്കാ പോകുന്നത് കേട്ടോ. നമ്മളിങ്ങനെ മൂക്കുടിക്കില്ലേ, അതുപോലെയാണ് ഈ വണ്ടി പോകുന്നത്. ഈ വണ്ടി മൈസൂരിൽ നിന്ന് എടുക്കുന്നതായതുകൊണ്ട് ശരിക്കും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വേ ഉണ്ട്. അറസീക്കര കയറിയിട്ട് നേരെ ബിരൂർ വഴി ഷിമോഗ വഴി തലകുപ്പ പോകാൻ വഴിയുണ്ട്. നമ്മുടെ കൃഷ്ണരാജസാഗര വഴി ഹാസനിലേക്ക് പോവുക. ഹാസൻ നിന്നിട്ട് നേരെ അറസീക്കരയ്ക്ക് ഒരു ലൈൻ ഉണ്ട്. അവിടെ നിന്ന് നേരെ കയറിയാൽ അറസീക്കര എത്തും. അറസീക്കര പിന്നെ ബിരൂര്, ഷിമോഗ, തലകുപ്പ. നമ്മുടെ മൈസൂർ തലകുപ്പ ഇൻ്റർസിറ്റി, പിന്നെ കുവംപു എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടികളുണ്ട്. ആ വണ്ടികളൊക്കെ ഹാസൻ വഴിയാണ് ഈ ഒരു തലകുപ്പക്ക് പോകുന്നത്. അത് പെട്ടെന്നെത്തും. നമ്മൾ ഇങ്ങനെ ബാംഗ്ലൂർ വഴി കറങ്ങി അങ്ങനെ അങ്ങ് പോകും. ഹാസൻ വഴി തലകുപ്പക്ക് പോകാൻ ഏകദേശം 7.5 മണിക്കൂർ മതി കേട്ടോ. കുവംപു എക്സ്പ്രസ് മറ്റേ ഇൻ്റർസിറ്റി ഒക്കെ പെട്ടെന്ന് എത്തും അതിലൂടെ പോകുന്ന സമയത്ത്. ബാംഗ്ലൂർ വഴി കറങ്ങി പോകുന്ന സമയത്ത് ഏകദേശം 12 മണിക്കൂറിൻ്റെ അടുത്ത് ഓട്ടം ഉണ്ട് വണ്ടിക്ക്, ട്രെയിൻ. അത്രയും സമയവ്യത്യാസമുണ്ട് രണ്ട് റൂട്ടും തമ്മിൽ. ഈ വണ്ടി പിന്നെ ശരിക്കും ഈ ഒരു ബാംഗ്ലൂർ വഴി വരുന്നതിൻ്റെ കാരണം ഈ ബാംഗ്ലൂർ, തുംകൂരൊക്കെ ഉള്ളവർക്ക് ആ ഒരു ഭാഗത്തേക്ക്, ഷിമോഗ, തലകുപ്പ ഭാഗത്തേക്ക് പോകാൻ വേറെ വണ്ടികളില്ല. അതാണ് ഈ ഒരു വണ്ടി ഈ ഒരു ബാംഗ്ലൂർ വഴി ഇങ്ങനെ കറങ്ങടിച്ച് പോകാനുള്ള കാരണം. ഈ ഒരു ഭാഗത്തുള്ളവർക്കും വണ്ടി വേണ്ടേ പോവാൻ. എൻ്റെ സീറ്റിലുള്ള RIC-ക്കാരൻ വരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ഒരു പ്രാർത്ഥനയുണ്ട്. അങ്ങനെയാണ് മര്യാദക്ക് കിടന്നുറങ്ങായിരുന്നു. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് കേട്ടോ. ബാംഗ്ലൂർ അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി ഗൈസ്. വലിയ തണുപ്പൊന്നുമില്ല. പുലർച്ചെ ആവുന്ന സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പം വലിയ തണുപ്പൊന്നുമില്ല. തണുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും ചെറുതായിട്ട് തണുക്കാൻ തുടങ്ങിയല്ലോ. ഞാൻ വേറെ ഒന്നും എടുത്തില്ല, സ്വെറ്ററും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ബാംഗ്ലൂർ പൊതുവെ ഇപ്പോൾ തണുപ്പ് സമയമായിരിക്കും, കാരണം നമ്മുടെ കേരളത്തിലൊക്കെ മഴ പെയ്യുന്ന സമയമല്ലേ, അതുകൊണ്ട് അതിൻ്റെ ഒരു അംശം ഇങ്ങോട്ടേക്കും കിട്ടും. പിന്നെ ഇതിൻ്റെ സ്ലീപ്പറിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല അല്ലേ. എനിക്ക് ഇവിടുന്ന് മൈസൂരിൽ നിന്ന് തലകുപ്പ വരെ ആയത് 315 രൂപയാണ്. അത് RIC ആണെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. ടിക്കറ്റിൻ്റെ പകുതി പൈസ റീഫണ്ട് വരുമൊന്നുമില്ലല്ലോ, നമ്മുടെ റെയിൽവേ അല്ലേ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, നമ്മുടെ റെയിൽവേക്ക് പൈസ മാത്രം മതി, യാത്ര ചെയ്യുന്നവരുടെ ആ കാര്യങ്ങളൊന്നും അറിയണ്ടെന്നുള്ളത്. അത് സത്യമല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. RIC ഒരു സീറ്റിൻ്റെ പകുതിയേ നമുക്കുള്ളൂ, എന്നിട്ട് ഫുൾ പൈസയും. എന്താ അല്ലേ, ആരോട് പറയാനാ, പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ സ്ലീപ്പറിന് end to end അടിക്കണമെങ്കിൽ 315 രൂപ. പിന്നെ തേർഡ് AC-ക്ക് വരുന്നത് 845 രൂപയാണ്. സെക്കൻഡ് AC-ക്ക് 1195 രൂപയും ഫസ്റ്റ് AC-ക്ക് 1980 രൂപയാണ് മൈസൂരിൽ നിന്ന് തലകുപ്പ വരെ നിങ്ങൾക്ക് ആവുന്നത്. നമ്മുടെ ഈ ഒരു തലകുപ്പ എക്സ്പ്രസ്സിന് വേറെ കുറേ വണ്ടികളായിട്ട് റൈഡ് ഷെയറിംഗ് ഉണ്ട്. ചാമരാജനഗറിന് തിരുപ്പതിയിലേക്ക് പോകുന്നൊരു എക്സ്പ്രസ്, പിന്നെ തിരുപ്പതിയിൽ നിന്ന് MGR ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്നൊരു എക്സ്പ്രസ്, പിന്നെ കുറേ പാസഞ്ചറുകളായിട്ട് റൈഡ് ഷെയറിംഗ് ഉണ്ട്. ഇങ്ങനെ കുറേ റൈഡ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ് ഈ ഒരു തലകുപ്പ എക്സ്പ്രസ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു, ഇത് മൈസൂർ ഡിവിഷൻ്റെ വണ്ടിയാണ്. അവരുടെ കൊച്ചിൻ ഡിപ്പോയിലെ ഒരു മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടത്തുന്ന വണ്ടിയാണിത്. ഈ
വണ്ടിയുടെ റൈഡ് ഷെയറിങ്ങിൻ്റെ ലിങ്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മൈസൂർ ചാംരാജ് നഗർ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ കണ്ടാൽ മതിയേ. അതൊന്നുകൂടി പറഞ്ഞ് ഞാൻ വേർപ്പിക്കണില്ല. ഞാനിപ്പോൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങട്ടെ. സമയം 11 മണി. എൻ്റെ RC-കാരൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. വരാതിരുന്നാൽ സുഖമായിട്ട് ഉറങ്ങായിരുന്നു. എന്തായാലും നോക്കാം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിപ്പോൾ ആനന്ദപുരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷൻ്റെ ഔട്ടറിൽ കൊണ്ടുവന്ന് പിടിച്ചിട്ടുള്ളത്. ഇവിടെ തലകുപ്പയിൽ നിന്ന് മൈസൂരിലേക്ക് വന്നൊരു ഇൻ്റർസിറ്റി ആയിട്ട് ക്രോസിംഗ് ഉണ്ട്. ഇവിടെ അല്ല, ഇത് ഇങ്ങോട്ട് സിംഗിൾ ലൈനാണ് വരുന്നത് കേട്ടോ. ആനന്ദപുരത്ത് വെച്ചിട്ട് നമുക്കൊരു ക്രോസിംഗ് കിട്ടും. നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് ഔട്ടറിന്ന് എടുത്തു കേട്ടോ. ഇനി നേരെ ആനന്ദപുരം റെയിൽവേ സ്റ്റേഷൻ. KSR ബംഗളൂരു ഇൻ്റർസിറ്റി ആണ് ഇവിടെ വെക്കുന്നത്, ആനന്ദപുരം. അത് ആ വണ്ടി എടുത്തു കേട്ടോ. അതിനൊരു WP7 തന്നെയാണ് ലോക്കോ. നമ്മുടെ വണ്ടിയും ആനന്ദപുരത്തുനിന്ന് ഡിപ്പാർട്ടായി. നമ്മൾ സാഗര ജംബഗുരു അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനിലെത്തിയേ. ഇവിടെ കുവമ്പു എക്സ്പ്രസ് ആയിട്ട് നമുക്ക് ക്രോസിംഗ് ഉണ്ട്. ഇതിനൊരു ഡീസൽ ലോക്കോ ഉള്ളത് കേട്ടോ. ഇത് തലകുപ്പയിൽ നിന്ന് മൈസൂരിലേക്ക് പോകുന്ന വണ്ടിയാണേ. മറ്റേ ഹാസൻ വഴി പോകുന്ന വണ്ടിയാ. അത് ഇവിടുന്ന് ഡിപ്പാർട്ടായി. ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഹോൺ അടിച്ച് പിടിക്കാതെ ലോക്കോ പൈലറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. മഴ നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. അത്യാവശ്യം വരുന്നുണ്ട് മഴ. നമ്മൾ മിക്കവാറും തലകുപ്പ് എത്തുമ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങും. ഒരു നൈസ് റെയിൽവേ സ്റ്റേഷനാണ്. ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളി. നമ്മുടെ വണ്ടി എടുത്തു കേട്ടോ. ലോക്കോ പൈലറ്റ് ഹോൺ അടിച്ചിട്ടുണ്ട്.
സാഗര ജംബഗുരു എന്നാട്ടോ, ജംബഗാരു എങ്ങനെയും പറയാം, ജംബഗാരു. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇങ്ങോട്ട്. ഒരു ആവറേജ് തണുപ്പാണ്, ഇങ്ങനെ വിറക്കുന്ന പോലത്തെ തണുപ്പൊന്നുമില്ല. ഇവിടെ യാത്ര ചെയ്യുന്ന എല്ലാവരും മറ്റേ ജാക്കറ്റും സെറ്ററും അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ മറ്റേ മങ്കി ക്യാപ്പൊക്കെ ഇല്ലേ, അതൊക്കെ ഇട്ടിട്ട് യാത്ര ചെയ്യണേ. ഞാനാണെങ്കിൽ ഒരു സാമാനം പോലും എടുത്തിട്ടില്ല. കുഴപ്പമില്ല. എന്ത് രസമാണ്. പച്ചപ്പ് ഇങ്ങനെ വിരിഞ്ഞങ്ങ് നിൽക്കുന്ന പോലെ ഇല്ലേ, വിരിച്ചങ്ങ് നിൽക്കുന്ന പോലെ ഇല്ലേ. മൊത്തം നെൽകൃഷി ആയിട്ട് ഇങ്ങോട്ട് നല്ല ഉഴുതു മറിച്ച കണ്ടങ്ങളും നെൽകൃഷിയൊക്കെ ആയിട്ട്. എൻ്റെ പൊന്നെ, നിങ്ങൾ നോക്ക്, ഇങ്ങനെ പച്ച വിരിച്ചതുപോലെ ഇങ്ങനെ കിടക്കുന്ന നെൽവയലുകൾ, മൊത്തം ഉഴുതു മറിച്ച കണ്ടങ്ങളും നെൽകൃഷി ആയിട്ട് ഇങ്ങോട്ട്. പിന്നെ അങ്ങ് ദൂരെയായിട്ട് മലനിരകൾ ഇങ്ങനെ കാണാം. സൂപ്പറല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. പഴയൊരു RMV ആണ് ഇത്, RMV 330 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറുള്ള സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ തന്നെ. നമ്മളങ്ങനെ താൽഗുപ്പയിൽ കയറാൻ പോവാണേ. നമ്മളങ്ങനെ തൽഗുപ്പ റെയിൽവേ സ്റ്റേഷനിലെത്തി. 7:15 ഇവിടെ എത്തേണ്ടത് 7 മണിക്കേ കയറി. ഒരു 15 മിനിറ്റ് ബിഫോർ ടൈം അടിച്ചിട്ട് ഇവിടെ എത്തി. നല്ല മഴ പെയ്തിട്ടൊരു കിടിലൻ കാലാവസ്ഥയാണ്. മൊത്തം ഇങ്ങനെ മൂടി നിൽക്കുക, കണ്ടോ, സൂര്യൻ വരുന്നില്ല. അങ്ങ് അവിടെ കുറച്ച് വെളിച്ചം കാണാനുണ്ട്. അതിനിപ്പുറത്തോട്ട് മൊത്തം ഇങ്ങനെ മഴക്കാറുകൾ. അതേത് കാറല്ലേ, മഴക്കാർ. ഇവിടെ വലിയൊരു മരമുണ്ടേ. ഇവിടെ താൽഗുപ്പ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ നല്ല വഴുക്കലുണ്ട് കേട്ടോ. മൊത്തം ഇങ്ങനെ പായൽ പിടിച്ച് കിടക്കുകയാണേ. ഞാനൊന്ന് സ്ലിപ്പായി, എന്തോ ഭാഗ്യത്തിന് വീണില്ല. ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. തലകുപ്പ റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ചാൽ നേരെ ഇവിടുന്ന് ജോഗ് വാട്ടർഫാൾസിലേക്ക് പോകുന്നതും വരുന്നതൊക്കെ ആയിരിക്കും. അതിൻ്റെ അടുത്ത വീഡിയോ വരുന്നത് ഇവിടുന്ന് നേരെ തലകുപ്പയിൽ നിന്ന് നേരെ അർസിക്കരേക്ക് പോവുകയാണ് ഞാൻ. അത് ഏത് വണ്ടിക്കൊക്കെ ആണെന്ന് ആ വീഡിയോയിൽ ഞാൻ പറയാം. അങ്ങനെ ഇപ്പം നിങ്ങൾ സൂഹിക്കണ്ട, സസ്പെൻസ് പൊളിച്ച പിന്നെ വീഡിയോ കാണാൻ രസം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത ജോഗ് വാട്ടർഫാൾസിൻ്റെ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അപ്പം അത് മറക്കണ്ട. അപ്പോൾ ഒന്നുകൂടെ എല്ലാവർക്കും ബൈ ബൈ.